ആടുജീവിതം എന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത ആ പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന തനിക്ക് നൽകുന്ന സംതൃപ്തി ഏറെയാണെന്ന് ബെന്യാമിൻ പറഞ്ഞു. കൂടുതൽ ജനപ്രിയ നോവലുകൾ സിനിമയാകാനും വായനയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും ഇത്തരം വലിയ വിജയങ്ങൾ നൽകുന്ന പ്രേരണ ഏറെയാണെന്നും ബെന്യാമിൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ബെന്യാമിനുമായി കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്യാം കെ വാര്യർ തയ്യാറാക്കിയ അഭിമുഖത്തിലേക്ക്. ഒരു എഴുത്തുകാരൻ അംഗീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രചന വായനക്കാർ ഏറ്റെടുക്കുമ്പോഴാണ്. ആ വായനക്കാർ മാത്രമല്ല, ഇപ്പോൾ സിനിമാ പ്രേക്ഷകർ ഒന്നാകെ ആ വായന ഏറ്റെടുത്ത ഒരു അനുഭവം, ആ അനുഭവം പങ്കുവെക്കാൻ പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ സാർ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ആടുജീവിതമാണ്, അതൊരു വലിയ ദുഃഖത്തിൻ്റെ കഥയാണ്, പക്ഷേ ഇപ്പോൾ മനസ്സിൽ നൽകുന്ന ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. രണ്ടും രണ്ട് കോൺട്രസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയുണ്ട് ആ അനുഭവം? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയാണല്ലോ. പല ദുഃഖകരമായ അവസ്ഥകൾ താണ്ടി തിരിച്ചു വരുമ്പോൾ അതിനെ അതിജീവിച്ച് മറികടന്ന് സ്വസ്ഥവും സമാധാനവുമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയുണ്ട്. ആടുജീവിതത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട രചനയല്ല, രചനയ്ക്ക് ശേഷം ഞാൻ വളരെയധികം രോഗാവസ്ഥയിലേക്ക് കടന്നുപോയ ഒരു കാലമുണ്ട്. ഒരു ഓപ്പറേഷന് വിധേയനായി, അത് ഭയങ്കരമായ ഇൻഫെക്ഷനായി, രോഗാവസ്ഥയിലായി. അന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പിന്നീട് അതിൻ്റെ ബാക്കി ചികിത്സകളൊക്കെ നടന്നു. ഏതാണ്ട് ബഹറിലും ഇടയായിട്ടൊരു 3 മാസക്കാലത്തോളം രോഗാവസ്ഥയിലൊക്കെ കടന്ന് മരണത്തോളം എത്തപ്പെട്ട അവസ്ഥയുണ്ട്. അത് ഞാൻ മറ്റിടത്ത് പറഞ്ഞതുപോലെ അന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇത്രയും വേദനയും ഒക്കെ സഹിച്ചുകൊണ്ട് എന്ന് ഞാൻ എന്നോട് ചോദിച്ചിടത്ത് നിന്ന് പിന്നീട് മനസ്സിലായി, ഇത്തരം ചില സന്തോഷം കൂടി ജീവിതത്തിൽ അനുഭവിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്ന്. തീർച്ചയായിട്ടും ആടുജീവിതത്തിൻ്റെ രചനാവേളയിലെ ദുഃഖങ്ങൾ, അതിനുശേഷമുള്ള സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൽ നേരിട്ടുള്ള പല പല പ്രയാസങ്ങളൊക്കെ ശേഷം നമ്മളെ ഒരു വായനക്കാരനെന്ന നിലയിൽ വായനാലോകവും ഇപ്പോൾ സിനിമ എടുക്കുമ്പോൾ സിനിമാ പ്രേക്ഷകരും അംഗീകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള ഒരു ബീജമാണല്ലോ ശരിക്കും പറഞ്ഞ കഥാതന്തു എന്ന് പറയുന്നത്. അത് ഈ നജീബിൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത് എഴുതാം എന്നുള്ളൊരു ഉൾപ്രേരണ ഈ പറഞ്ഞ പോലെ സംവിധായകനുണ്ടായ വായനയിലൂടെ അതൊരു സിനിമയാക്കാം എന്ന് തോന്നിയതുപോലെ അത് ഈ നജീബിൽ നിന്നും കിട്ടിയ ചില അനുഭവങ്ങൾ അത് എപ്പോഴാണ് അങ്ങേക്ക് തോന്നിയത് ഇതൊരു പുസ്തകമാക്കാം, അങ്ങ് എഴുതാമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ നജീബിൽ നിന്ന് ഒരു അനുഭവം കിട്ടുമ്പോൾ ഇതൊരു പുസ്തകമാക്കാമെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിലുള്ളൊരു കഥ എഴുതണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ ദീർഘകാലമായി നടക്കുന്ന ഒരാളായിരുന്നു. ഗൾഫിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഗൾഫിലെ 100 കൂട്ടം അനുഭവങ്ങൾ, ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ അങ്ങനെ യുണീക്കായ ഒരു കഥ മലയാളിയോട് പറയേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അക്കാലത്ത് ഈ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കൊക്കെ സംസാരത്തിനും മീറ്റിങ്ങുകൾക്കൊക്കെ വരുന്ന എഴുത്തുകാരിൽ പലരും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തിനാണ് ഈ നാട്ടിലെ കഥകൾ പറയുന്നത്, നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് തന്നെ അനേകം കഥകൾ കണ്ടെത്താമല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. പിന്നീട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരാൾ മാത്രമുള്ള ഒരു നോവൽ ഞാൻ എഴുതും. നമ്മൾ 100 കണക്കിനുള്ള കഥാപാത്രങ്ങൾ നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഒരാൾ മാത്രമുള്ള ഇത് വെച്ചിട്ടൊരു ഒരു നോവൽ, ഒരു കഥയൊക്കെ വിജയിപ്പിക്കാൻ പറ്റും, ഒരു നോവൽ എഴുതി വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ നജീബിനെ കണ്ടുമുട്ടുന്നതും നജീബിൻ്റെ കഥ കേൾക്കാൻ യാദൃശ്ചികമായി ഇടയാവുകയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഇടത്തേക്ക് വന്നു ചേർന്ന ഒരു കഥയാണ് ഇത്. എൻ്റെ ആശങ്കകളൊക്കെ പങ്കുവെക്കാൻ, എൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള എൻ്റെ ആലോചനകൾക്ക് വളരെ പാകമായൊരു കഥാപാത്രം നമ്മുടെ മുന്നിൽ വന്നു വീണിരിക്കുന്നു, ഒരു കഥാസന്ദർഭം നമ്മുടെ മുന്നിലേക്ക് വീണിരിക്കുന്നുവെന്ന്. അതാണ് യുണീക്കായ ഒരു കഥയാണെന്ന് തോന്നുകയും എഴുതുകയും ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും ഗൾഫിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യം, ഇത് ഗൾഫിലെ എല്ലാവരുടെയും അനുഭവം അല്ലല്ലോ എന്നും. അല്ല, ഒരിക്കലുമല്ല. ഗൾഫിൽ പോയിട്ടുള്ള 90% ആൾക്കാരും വളരെ വ്യത്യസ്തമായ ജീവിതം നയിക്കുകയും വളരെ ഉന്നതമായ നിലവാരത്തിൽ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റപ്പെട്ട കഥകൾ പറയുക, ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥകൾ പറയുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും ഉപമയായി തമാശയ്ക്ക് പറയാനുള്ള ഒരു കാര്യം, എഴുത്തുകാരൻ 99 നല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ആടുകളെയും വിട്ടിട്ട് നമ്മളെ വിട്ടുപോയ ഒരാടിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളെ പോലെയാണ്. അപ്പം അത് വളരെ യുണീക്കായ ഒരു കഥയാണെന്ന് തോന്നുകയും ഇതിനെല്ലാം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഥ ഉരുവാകുന്നത്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങൾ, കഥകളൊക്കെ നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കഥയാക്കാൻ തോന്നില്ല.
അതൊന്നും എഴുതാൻ തോന്നില്ല. ഒരു ദിവസം കേട്ട് രണ്ടാം ദിവസം നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ പോവും, നമ്മൾ വേറെ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകും. പക്ഷേ ഇതെന്തുകൊണ്ട് തോന്നി എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് അതിനോടകം തന്നെ അതിനുവേണ്ടി പരുവപ്പെട്ടിരുന്നു ഇങ്ങനെ എഴുതാൻ വേണ്ടി എന്നുള്ളതാണ്. അത് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് എഴുതുകയാണ് ചെയ്തത്. ഈ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നതിലേക്ക് ചോദിക്കുകയാണ്, ഇത് കേട്ട സമയത്ത് അത് എങ്ങനെയാണ് അത് കഥയിലേക്ക് മാറുന്നത്? അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? അതൊന്നും തീർച്ചയായിട്ടും നജീബ് അന്നത്തെ കാലത്ത്, ഇപ്പം നിങ്ങൾ നജീബിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നന്നായി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം അന്ന് 20 വർഷം മുമ്പാണ്, 20 വർഷം മുമ്പ് വളരെ അന്തർമുഖനായ ഒരു മനുഷ്യനും തീരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അതിനിടയ്ക്ക് ഉടലെടുത്തു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കൂടുതൽ പറയാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പരിമിതമായ കൂട്ടുകാർക്കിടയിൽ, ഏറ്റവും അടുത്ത ആൾക്കാർക്കിടയിൽ മാത്രം പങ്കുവച്ചിരുന്ന ഒരു ജീവിതാനുഭവമാണത്. പക്ഷേ അത് നമ്മൾ കേൾക്കുമ്പോൾ അതിനെ ഏതൊക്കെ തരത്തിലൊക്കെ ഡെവലപ്പ് ചെയ്യാം, സാധ്യതയുണ്ട് എന്നുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഒരു കഥാകാരൻ എന്ന നിലയിൽ നടത്തുന്നത്. അതിന്മേൽ എന്തൊക്കെ ഭാവനകൾ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി നജീബ് പറയുകയാണ്, ഞാൻ മരുഭൂമിയിലൂടെ ഓടുകയായിരുന്നു. ഓടി ഭയങ്കര തളർന്ന് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ദാഹിച്ച് ഒക്കെ 2 ദിവസം കൊണ്ടാണ് നാം പുറത്ത് വന്നത്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഇപ്പം ഇബ്രാഹിം ഖാദിരിയെ പോലെ ഒരു കഥാപാത്രമില്ലായിരുന്നുവെങ്കിൽ, അതിനകത്ത് അദ്ദേഹം വേറൊരു ആളുടെ പേരാണ് പറയുന്നത്, അപ്പം അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പാരഗ്രാഫിനുള്ള അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് സംസാരിക്കുന്ന ഒരു സംസാരത്തിനുള്ളതാണ്. പക്ഷേ നമ്മൾ അത് അവിടെ നിന്ന് ആലോചിച്ച് തുടങ്ങിയാണ്. ഒരാൾ മരുഭൂമിയിലൂടെ ഓടുകയാണ്, അതിന് എന്തെല്ലാം സാധ്യതകളുണ്ട്, അയാൾ എന്തെല്ലാം പരവേശങ്ങളിലൂടെ പെടും, എന്തൊക്കെ കാഴ്ചകൾ അയാളുടെ മുന്നിൽ വരും, എന്തെല്ലാം പ്രതിസന്ധികൾ അയാളുണ്ടാകും, ഈ മരുഭൂമിയിൽ ചെന്നുപെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെ, അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. മരുഭൂമിയിലൂടെ പോയിട്ടുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ, മരുഭൂമിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അങ്ങനെ ധാരാളം പഠനങ്ങൾ നടത്തി നമ്മൾ ഇതിനെ എൻറിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടിയേക്കുന്ന വളരെ സ്ഥൂലമായ അല്ലെങ്കിൽ ഒരു സാധനത്തെ എൻറിച്ച് ചെയ്ത് മനോഹരമാക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും എഴുത്തുകാരൻ എന്ന നിലയിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടത്. അതിനകത്ത് ഭാവനയുണ്ടാവാം, നമുക്ക് റെക്കോർഡ്സുകൾ പരിശോധിക്കാം, മറ്റുള്ള മനുഷ്യരുടെ അനുഭവങ്ങളെക്കാൾ ഇതുവരെ ആ ഭൂമിയിലേക്ക് പോയിട്ടുള്ള അനുഭവം എഴുതിയിട്ടുള്ള അനുഭവക്കുറിപ്പുകൾ വായിക്കാം. അങ്ങനെ ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിതിനെ ഒരു നോവലാക്കി മാറ്റുന്നത് എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്. നമ്മൾ ഒരു പാരഗ്രാഫിൽ നിന്ന് തുടങ്ങി അതിനെ വലിപ്പിച്ച് അധ്യായങ്ങളാക്കി, പിന്നീട് അതിനെ അധ്യായങ്ങളിൽ നിന്ന് അധ്യായങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടുപോയി, അങ്ങനെ ചെയ്യുന്ന ഒരു സുദീർഘമായ പ്രോസസ്സാണ്. എത്ര കാലമെടുത്തു ഈ ഒരു? ഞാൻ 3 വർഷം കൊണ്ടാണ്. 2005 നജീബിനെ കണ്ട് സംസാരമൊക്കെ തുടങ്ങുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം 2008 വരെയുള്ളൊരു കാലഘട്ടത്തിൽ പല പ്രാവശ്യങ്ങളിൽ തിരുത്തി എഴുതുകയും ഒക്കെ ചെയ്തിട്ടാണ്. അതായത് ഒരു 3 വർഷമെന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രവാസ ജീവിതത്തിലെ അനുഭവം ശരിക്കും ഇതിൽ താങ്കൾക്ക് ഈ പറയുന്ന പോലെ ഒരു അനുഭവം, ഓരോ മരുഭൂമിയിലുള്ള ഓട്ടത്തിൻ്റെ ഇതിലൊക്കെ ശരിക്കും ആ ഒരു അനുഭവം കൂടി സഹായിച്ചിട്ടുണ്ടാവില്ല? തീർച്ചയായിട്ടും. ഞാൻ യഥാർത്ഥത്തിൽ മരുഭൂമിയിൽ പോയിട്ടില്ല എങ്കിൽ പോലും ഞാൻ ഗൾഫ് നാട്ടിൽ ജീവിച്ചതിൻ്റെ അപ്പോൾ ചൂട് എന്താണെന്ന് എനിക്കറിയാം, ഏകാന്തത എന്താണെന്നറിയാം, ഒറ്റപ്പെടൽ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 9 വർഷക്കാലം ഒറ്റപ്പെട്ട്, ഫാമിലി ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, കൂട്ടുകാരുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു ഒറ്റപ്പെടലുണ്ട്. ഈ നാട്ടിലെ എല്ലാ സൗഹൃദങ്ങളും ഉപേക്ഷിച്ചിട്ട് ഒരു അന്യമായ ഇടത്തേക്ക് ചെല്ലുന്നതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അതിനോട് അറിഞ്ഞോ അറിയാതെ നമ്മൾ നജീബായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എഴുതാൻ കഴിയുകയും പിന്നീട് നജീബിൻ്റെ അനുഭവം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയും ചെയ്യുകയും. ഞാൻ ഈ ചൂടുള്ള ദിവസമൊക്കെ മരുഭൂമിയിൽ ഇങ്ങനെ പ്രാന്തമായി അലഞ്ഞ് നടക്കുക, അവിടുത്തെ ചൂടിങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ നടക്കുക. എങ്ങനെയായിരിക്കും ചൂട് നമ്മുടെ തലയിലടിച്ച് ഇങ്ങനെ പ്രാന്താകുമ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ മാറുന്നത്, നമ്മുടെ കാഴ്ചകൾ മങ്ങുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ ആ അനുഭവത്തിലൂടെ ഒരു നടൻ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അയാളത് എത്രമാത്രം ഉള്ളിൽ ആവഹിച്ചിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ യഥാർത്ഥ ജീവിച്ച ആൾ അല്ലെങ്കിൽ നമ്മളുടെ കഥാപാത്രം പോവേണ്ട എല്ലാ വഴികളിലൂടെയും നമ്മൾ വളരെ ഇൻറ്റേർണലി യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ 1% വായനക്കാർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും വായനക്കാരിലേക്ക് അത് എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ സിനിമ, ബ്ലസ്സി പറഞ്ഞു ഒരു ഫോൺ കോളിലൂടെയാണ് അങ്ങനെ കോണ്ടാക്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു അനുഭവം, അതായത് ഒരു സിനിമയാവുന്നു, അപ്പോൾ എന്തൊക്കെ ആശങ്കകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ സന്തോഷമുണ്ടായിരുന്നു? അല്ല, അത് വളരെ യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ഈ നോവൽ ഇറങ്ങി വായനക്കാർ പലതരത്തിൽ സ്വീകരിച്ചു. ഒരു എന്താണ് പ്രചരണവുമില്ലാതെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇത് വായനക്കാരിൽ നിന്ന് വായനക്കാരിലേക്ക് പോയി വിജയിച്ചപ്പോൾ ബ്ലസ്സിക്ക് മുമ്പേ ലാൽ ജോസാണ് എന്നെ സമീപിച്ചത്. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ലാൽ ജോസ് സമീപിച്ചു, ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു ധാരണയിലെത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ബ്ലസ്സി വരികയും എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ലാൽ ജോസിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ആശയമായിട്ട് ബ്ലസ്സി സാർ വന്നിട്ടുണ്ട്,
അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനമെടുക്കുക. ഞാൻ ലാൽ ജോസിനോടൊപ്പമാണ് നിൽക്കുന്നത്, കാരണം അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യം വാക്ക് കൊടുത്തത്. പക്ഷേ അവർ സുഹൃത്തുക്കളായതുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ സിനിമയ്ക്കുള്ള റൈറ്റ്സ് ബ്ലെസ്സി സാറിന് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്താണോ ഇതിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടെത്തി എടുക്കട്ടെ എന്നുള്ളതല്ലാതെ എൻ്റെ ചില വാശികൾ ഞാൻ ഒരിക്കലും വെച്ചിട്ടില്ല. എൻ്റെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോഴും ഞാൻ അങ്ങനെയാണ്. പരിഭാഷകർ എങ്ങനെയാണോ ആ പുസ്തകത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്, വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ചെയ്യട്ടെ എന്നല്ലാതെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എനിക്ക് വായിച്ചാൽ അറിയാം എന്താണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അറിയാം, അല്ലാതെ ഞാനത് പോയി ചെയ്തിട്ട് ഇതിങ്ങനെയല്ല, എൻ്റെ വരിയിൽ ഇങ്ങനെ ഒരു കറക്ഷൻ ഉണ്ട്, അത് അങ്ങനെ സൂക്ഷ്മമല്ല, അങ്ങനെ പറയാറില്ല. സിനിമയിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഭാഗമായി അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ എൻ്റെ നിർദ്ദേശങ്ങൾ കൊണ്ട്, എൻ്റെ പിടിവാശികൾ കൊണ്ട് ഞാൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്താണോ ഔട്ട്പുട്ട്, അത് സംവിധായകൻ്റെ ഔട്ട്പുട്ടാണ്, അത് അങ്ങനെ തന്നെ ആവട്ടെ. രണ്ട് കലാരൂപം ആയിട്ട് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ, ബ്ലെസ്സി സാറും പറയുന്നത് പോലെ, ഈ വെള്ളവും നീരാവിയും തമ്മിലുള്ള ഒരു ബന്ധം പോലെ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കരിമ്പും പഞ്ചസാരയും തമ്മിലുള്ള ഒരു ബന്ധം പോലെയാണ് ഇത്. ഒന്നിൽ നിന്ന് ഒന്ന് ഊറ്റിയെടുത്ത് മറ്റൊരു രൂപമാണ് ഇത് തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ ശഠിക്കാതിരുന്നാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ശഠിക്കുമ്പോഴാണ് പലപ്പോഴും ഈ നോവലുകൾ സിനിമയാകുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്, സംവിധായകൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയാണ്. എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം നജീബ് തന്ന പോലെ തന്നെയുള്ള ഒരു സ്വാതന്ത്ര്യം അതാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. എഴുത്തുകാരന് ഒരാളുടെ ജീവിതത്തിന്മേൽ എന്തൊക്കെ വെച്ചുകെട്ടലുകൾ, എന്തൊക്കെ ഒഴിവാക്കലുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതിനേക്കാൾ ഉപരിയ സ്വാതന്ത്ര്യം ഈ എഴുത്ത് എന്ന് പറയുന്ന രൂപത്തിന്മേൽ നടത്താനുള്ള സ്വാതന്ത്ര്യം സംവിധായകനുമുണ്ട്. പുസ്തകങ്ങൾ സിനിമകളാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. പല നോവലുകളും പ്രേക്ഷക അല്ലെങ്കിൽ വായനക്കാരുടെ മനസ്സിലിടം നേടുന്നു. അത് സിനിമയാക്കാനുള്ളൊരു ത്വര അവരുടെ മനസ്സിലുണ്ടാവുന്നു. അത് എത്രത്തോളം ഈ വായനയിലേക്ക് സിനിമ എത്തുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുസ്തകത്തിലേക്ക് സിനിമ എത്തുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് സംതൃപ്തി നൽകുന്നു? തീർച്ചയായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ വായനക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചില വാർത്തകൾ വരുന്നതോടുകൂടി വലിയൊരു സമൂഹം അത് വായിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ 16 വർഷമായി ഇത് തമ്മിലുള്ള ചർച്ച തുടങ്ങി എന്നുള്ളത് ആ 16 വർഷം യഥാർത്ഥത്തിൽ പുസ്തകത്തിന് ഗുണമാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ആടുജീവിതം സിനിമ വരുന്നൊരു വാർത്ത വരും, അപ്പോൾ ആ കുറേ ആൾക്കാർ പുസ്തകം വായിക്കും. അപ്പോൾ അതങ്ങനെ ഒരു കൗതുകം ഉണ്ട്. ഇത് വായനയ്ക്ക് ഒരു വലിയ ഗുണം ചെയ്യും, എഴുത്തുകാർക്ക് ഗുണം ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആടുജീവിതം പോലൊരു വലിയ സിനിമ വന്ന് മലയാളി ഏറ്റെടുത്തു എന്നറിയുമ്പോൾ കൂടുതൽ സംവിധായകർ പുസ്തകങ്ങളെ തേടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അത് സിനിമയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാഹിത്യവും സിനിമയും തമ്മിലുള്ള കൊടുക്കുവാങ്ങലുകൾ ഇടക്കാലത്ത് നിലച്ചു നിന്ന് പോയിരുന്നത് കൂടുതൽ സജീവമാവാനിടയുണ്ട്. അത് സ്വാഭാവികമായിട്ടും പുസ്തകത്തിൻ്റെ വിൽപ്പനയ്ക്ക് സഹായിക്കും. അത് സ്വാഭാവികമായിട്ടും പുതിയ എഴുത്തുകാർ എഴുത്തിലേക്ക് വരാൻ സഹായിക്കും. അങ്ങനെ മൊത്തത്തിൽ ഇതിനൊരു ഉണർവുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായി കിടക്കുന്നതും ഒന്നൊന്നിനെ സഹായിക്കുന്നതുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സ് സ്വതന്ത്രമാകുമ്പോഴാണ് എഴുത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ കൂടുതൽ ഇതൊരു ഉത്തരവാദിത്തമായി ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതായത് ഈ എഴുത്ത് എന്ന് പറയുന്നത് കുറേയും കൂടി നമുക്ക് പറയാം, ആടുജീവിതം വന്നതിന് ശേഷം താങ്കളുടെ ഒരു എഴുത്തിന് അംഗീകാരം കിട്ടുന്നു. അംഗീകാരമോ തിരസ്കാരമോ ഒന്നും എന്നെ ബാധിക്കുന്ന ഒരാളെ അല്ല. ഞാൻ എൻ്റെ പ്രോസസ്സിൻ്റെ ആ നടുവിൽ മാത്രമാണ് ഇരിക്കുന്നത്. എൻ്റെ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ റൂമിലിരിക്കുന്നു, ഈ റൂമിന് പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമില്ല. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം നമ്മളിത് സംസാരിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഞാൻ എഴുത്തിലിരിക്കുന്നത്. എഴുത്തിലിരിക്കുമ്പോൾ എൻ്റെ അത് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആടുജീവിതം ഇറങ്ങി ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ മഞ്ഞവിൽ മരണങ്ങൾ എന്ന് പറയുന്ന നോവൽ ഇറങ്ങുന്നത്. മഞ്ഞവിൽ മരണങ്ങൾ വന്നപ്പോൾ അത് മറ്റൊരു തരത്തിൽ ആഘോഷിച്ചു. ഞാനതും ഗൗനിച്ചില്ല. ഞാൻ അൽ റബീൻ നോവൽ ഫാക്ടറി എഴുതാനും മുല്ലപ്പൂനിറമുള്ള പകലുകൾ എഴുതാനും പോയി. അത് വന്നപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടി, JCB പുരസ്കാരം കിട്ടി. ഞാനതും ഗവനിച്ചില്ല. ഞാൻ മാത്രമല്ല 20 വർഷം. അപ്പോൾ എൻ്റെ ജോലി എന്താണ് എന്ന ഒരു ഇതുണ്ട്. പുറത്ത് നടക്കുന്ന ആഘോഷങ്ങളും അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ ആ രചനയിൽ ഏർപ്പെടുക, അതാണ് നമ്മുടെ മേൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന നിലയിൽ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരാളെയും നമുക്ക് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇത് എത്ര പേര് വായിക്കും, ഇത്ര ആഘോഷിക്കപ്പെടുമോ എന്നൊന്നും വിചാരിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൃതി മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആടുജീവിതം ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർ എന്നെങ്കിൽ മഞ്ഞവിൽ മരണങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നോ, മഞ്ഞവിൽ മരണങ്ങൾ ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർ ആടുജീവിതം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആപേക്ഷികമായ ഒരു കാര്യമാണ്. പുതിയ എഴുത്തുകാരോട് അല്ലെങ്കിൽ വായനക്കാരോട് പറയാനുള്ളത് എന്താണ്? ഈ ഒരു വായനക്കാർ നന്നായി വായന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഇപ്പം പണ്ടൊക്കെ എം മുകുന്ദൻ്റെ ഒരു നോവൽ പ്രവാസം 10,000 കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്ന വലിയ വാർത്തയെ വന്നിടത്ത് നിന്ന് ലക്ഷങ്ങളിലെ കോപ്പികളിലേക്ക് വരുന്ന ഒരു കാലത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ വായനയുടെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അളവ് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്.
എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എളുപ്പത്തിൽ എഴുത്തുകാരനാവുക എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് മാറിയിട്ട് കാലത്തിന് അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള കൃതികൾ സമ്മാനിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുവേണ്ടിയുള്ള ഒരു ഗവേഷണം ഒക്കെ നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളി വായനക്കാർ അത് സ്വീകരിക്കുമെന്നത് തന്നെയാണ്. എന്ന് മാത്രമല്ല, മലയാളത്തിൽ നിന്ന് ഇതര ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത, ലോക സാഹിത്യം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ വല്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും ഗൗരവമുള്ള പുസ്തകങ്ങൾ കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും എഴുത്ത് അക്ഷരങ്ങൾ കൂടുതൽ അനുഗ്രഹമേകട്ടെ, എഴുത്തുകൾ കൂടുതൽ പൂർണ്ണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷം. താങ്ക് യു.